അപ്പോൾ നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഞാനിപ്പോൾ കുറേ പഴയ ക്ലോത്ത്സ് എടുത്തു. നമ്മുടെ വേസ്റ്റായിട്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു ഡ്രസ്സിൻ്റെ കുറച്ച് ക്ലോത്ത് എടുത്തിട്ട് അതിൽ എന്തെങ്കിലും ഒരു സർക്കിൾ ഷേപ്പിലുള്ള എന്തെങ്കിലും ഒരു പാത്രമോ ബോട്ടിലോ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒരു പെൻ വെച്ച് അതിനൊന്ന് ഔട്ട്ലൈൻ കൊടുത്ത് കത്രിക വെച്ച് വെട്ടിയെടുത്തേക്കുന്ന കുറച്ച് സർക്കിളാണ്. ഇതെല്ലാം പഴയ ക്ലോത്ത്സ് വെച്ചിട്ട് അതിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തേക്കുന്ന സർക്കിളാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ക്ലോത്തും ഈ ക്ലോത്തിനൊക്കെ വലിയ പ്രശ്നമില്ല, രണ്ട് സൈഡും ഏകദേശം ഈക്വലാണ്. ഈ ക്ലോത്ത് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ പുറത്തേക്ക് നല്ല ഡിസൈൻഡ് ആയിട്ടുള്ള കളർഫുള്ളായിട്ടുള്ള റീജിയനുണ്ട്, ഉള്ളിലിട്ടിരിക്കുന്ന ഈ ഡിമ്മായിട്ടുള്ളൊരു പോർഷനുണ്ട്. അപ്പം ഇങ്ങനെയുള്ള തുണികളിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെ ചെയ്യേണ്ടതെന്ന്. നമ്മൾ ജസ്റ്റ് ഈ കളേർഡ് പോർഷൻ്റെ അവിടെ നിന്ന് ഉള്ളിലേക്ക് ഈ ഡിമ്മായിട്ടുള്ള ഭാഗത്തേക്കൊന്ന് അങ്ങനെ നമ്മൾ ഫുള്ളി റൗണ്ട് സ്റ്റിച്ച് കൊടുത്തു. അത് കംപ്ലീറ്റ് ആയിട്ടും സ്റ്റിച്ച് ചെയ്തു. ഇങ്ങനെയാണ് നമുക്ക് എൻഡിൽ കിട്ടുക. ഇനി ഇപ്പം ഞാൻ ഈ തുന്നിയെടുത്തതിൻ്റെ ഈ ഒരു നൂലുണ്ടല്ലോ, ഈ നൂല് ഞാൻ ജസ്റ്റ് പിടിച്ചൊന്ന് വലിക്കുക. നമ്മൾ ലൂസായിട്ട് റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തേക്കുന്നത്, അപ്പോൾ വലിക്കുമ്പോൾ നല്ല എളുപ്പത്തിൽ കിട്ടും. ജസ്റ്റ് ഈ ഫിംഗർ കൊണ്ട് ഇതൊന്ന് ഉള്ളിലോട്ടൊന്ന് തള്ളിക്കൊടുക്കുകയും ചെയ്യണം. അതിനൊപ്പം തന്നെ എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വലിക്കുക. ടൈറ്റായിട്ടൊന്ന് വലിക്കുക. ഇനി ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു രൂപം കിട്ടും. ഇനി നമ്മളിതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്നതൊന്ന് ലോക്ക് ചെയ്യുക. ഈ സ്റ്റിച്ച് സാധാ ലോക്ക് ചെയ്യുന്ന പോലെ തന്നെ നന്നായിട്ടൊന്ന് ലോക്ക് ചെയ്യുക. ദെൻ ബാക്കിയുള്ള പോർഷൻ കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മളിതെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ കിട്ടിയേക്കുന്ന ഈ ഒരു സാധനം ജസ്റ്റ് പുറത്തേക്കൊന്ന് വലിക്കുക. ഒരു പൂ മോഡൽ അല്ലെങ്കിൽ ഒരു മോമോസ് ടൈപ്പിൽ നമുക്ക് ഇതിനെ കിട്ടും. ഇതാണ് ഇപ്പം നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത്. ഇതേപോലെ എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റുമോ അത്രയും നമ്പേഴ്സ് ഉണ്ടാക്കുക. ഞാനിപ്പോൾ ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള മോമോസാണ് ഉണ്ടാക്കിയേക്കുന്നത്. എല്ലാം ഒരേ അളവിലുള്ളതാണ്. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് ഈ മോമോസിനെല്ലാം നമ്മൾ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ രണ്ട് എപ്പോഴും ഡിഫറെൻറ്റ് കളേഴ്സ് അടുത്തടുത്ത് വരാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം ഞാൻ ഈ രണ്ട് മോമോസിനെയാണ് ജോയിൻ ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ ലീനിയറായിട്ട് നമുക്ക് ഒരു റോ നമുക്ക് തുന്നിയെടുക്കാം. ഇനി ഇങ്ങനെ ലീനിയറായിട്ട് ഒരു റോ തുന്നിക്കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇനി ഇതിനോട് അറ്റാച്ച് ചെയ്യുകയാണ് വേറെ റോസ് എല്ലാം. അപ്പോൾ ഇനി ഇതാണ് ഇതിനോട് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ചെയ്തേക്കുന്ന ഒരു പില്ലോ ആയിരുന്നു ഇത്. നമ്മുടെ പില്ലോ ചെയ്തേക്കുന്നത് നമ്മുടെ വേസ്റ്റായിട്ടിരിക്കുന്ന ഒരു ചുരിദാറിൻ്റെ ഹിപ്പ് പോർഷനിൽ നിന്ന് താഴത്തേക്ക് ഞാൻ എടുത്തു. അപ്പം അതിൻ്റെ ലൈനിങ് ഞാൻ കളഞ്ഞില്ല, ലൈനിങ് വെച്ചു, എന്നാലൊരു കട്ടി കിട്ടുള്ളൂ. അപ്പോൾ ലൈനിങ്ങും ഞാൻ അതിനുള്ളിൽ തന്നെ വെച്ചു. എന്നിട്ട് ആദ്യം 3 വശം സ്റ്റിച്ച് ചെയ്തു. ആ 3 വശം സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു വശത്തെ ഈ ഒരു വശം ഞാൻ നമ്മുടെ മോമോസ് ഉണ്ടാക്കാൻ വേണ്ടി കട്ട് ചെയ്തപ്പോൾ കുറേ ബാക്കി തുണികൾ വന്നായിരുന്നു. ആ തുണികളും പ്ലസ് വീട്ടിലെ കുറേ വേസ്റ്റ് ക്ലോത്ത്സും ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ ഞാനിതിലോട്ട് തള്ളിക്കയറ്റി. പിപ്പില്ല കുറച്ച് ദാരിദ്ര്യമാണ്, എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇനി ഇതിൽ ഞാൻ ആ മോമോസ് ഫിറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇങ്ങനെ മോമോസ് ഇതിൻ്റെ മുകളിൽ വെക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ വെച്ചപ്പോൾ എനിക്ക് വലിയ ഭംഗിയൊന്നും തോന്നിയില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പോസിറ്റായിട്ട് വെച്ചു. ഇനി നമുക്കിത് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഈ 4 എൻഡുകളും
ഒന്ന് തുന്നി കൊടുക്കാം. ഇപ്പം നമ്മൾ മോമോസിൻ്റെ കാർപ്പറ്റ് ഷീറ്റ് നമ്മൾ ഇതിൻ്റെ മുകളിൽ സ്റ്റിച്ച് ചെയ്ത് വെച്ചു. ഈ 4 വശമാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തേക്കുന്നത്, ബാക്കിയൊന്നും സ്റ്റിച്ച് ചെയ്തിട്ടില്ല. എന്നാലും ഇരിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. എന്നാലും പിള്ള ഭയങ്കര ദരിദ്രമാണ്, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഇതെല്ലാം വേസ്റ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. കുറച്ച് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു.